ഹലോ ഡുയിറ്റ്സുമിവയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എളുപ്പത്തിൽ ഒരു പനീർ കറിയാണ്. 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ പനീർ കറി റെഡിയാക്കാം. ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും സൂപ്പർ ആയിരിക്കും ഈ പനീർ കറി. സാധാരണ പനീർ കറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ലെങ്തി പ്രോസസ്സാണ് ഉണ്ടാവാറ്. പക്ഷെ ഈ കറി അങ്ങനെയല്ല, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാം, 10 മിനിറ്റിൽ റെഡിയാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൊമാറ്റോ സ്ലൈസായി അരിഞ്ഞത്, 2 ഉള്ളി സ്ലൈസായി അരിഞ്ഞത്, ഇഞ്ചി വെള്ളുള്ളിയും പച്ചമുളകും, ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഗ്രാമ്പൂ, കുറച്ച് കറുവപ്പട്ടയും കുറച്ച് ബേ ലീവ്സും. അത് നിങ്ങളെ ഇഷ്ടമുള്ള അളവിന് എടുക്കാം, അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് പനീർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് മുമ്പത്തെ വീഡിയോയിൽ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെള്ളുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചെടുക്കണത് ഇട്ട് കൊടുക്കുക. കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഗ്രാമ്പൂവും ബേ ലീഫും കറുവപ്പട്ടയൊക്കെ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കുക, ഒരു 30 സെക്കൻഡോളം ഒന്ന് ഇളക്കിയിട്ട് വറുത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളി അരിഞ്ഞ് വെച്ചെടുക്കേണ്ടത്, സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചെടുക്കണത് ചേർക്കുക. ഞാൻ 2 ഉള്ളിയാണ് ഇവിടെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് എടുത്തെടുക്കണത്. പനീറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുള്ള പനീറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി ഓക്കെയാണ്. നിങ്ങൾ കൂടുതൽ പനീർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവ് കൂട്ടാം. ഉള്ളിയും ടൊമാറ്റോ എല്ലാത്തിൻ്റെ അളവ് കൂട്ടാം. നന്നായിട്ട് ഉള്ളി വഴറ്റി കൊടുക്കുക. കളർ മാറണ വരെ, പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ആഡ് ചെയ്താൽ മതി. ഉപ്പ് എന്തിനാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി വേഗം വഴണ്ടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് അധികം സമയമൊന്നുമില്ല, പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം, ചോറിന് അല്ലെങ്കിൽ ചപ്പാത്തിക്ക് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിലൊരു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പനീർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇനി നമ്മൾക്ക് അരിഞ്ഞ് വെച്ചെടുക്കുന്നത് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനീറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ കൂട്ടാം. ഇനി പനീർ കൂടുതലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, ടൊമാറ്റോൻ്റെ അളവ് കൂട്ടാം നിങ്ങൾക്ക്. ഈ ടൊമാറ്റോ നന്നായിട്ട് വേവണം. അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ച് കിട്ടണം ടൊമാറ്റോ. ഇടയ്ക്ക് തുറന്നിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ടൊമാറ്റോ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞാൻ എവറസ്റ്റിൻ്റെ ഗരം മസാലപ്പൊടിയാണ് യൂസ് ചെയ്യണത്. ഇനി ഒരു 1/2 സ്പൂൺ മീറ്റ് മസാലപ്പൊടി ആഡ് ചെയ്യാം. ഇതും എവറസ്റ്റിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി ഇതാണ് യൂസ് ചെയ്യാറ്. ഇനി ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണത്, കാശ്മീരി റെഡ് ചില്ലി പൗഡർ. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഇനി എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അത് പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നന്നായി വറുത്തെടുക്കുക.
ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കസൂരി മെത്തിയാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയും സ്വാദ് കൂടും. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി എൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ട്, ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. നന്നായി തിളക്കട്ടെ ഈ വെള്ളം. തിള വന്നതിന് ശേഷം നമ്മൾക്ക് പനീർ ഇടാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഇതാ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചേക്കണ പനീർ പീസസ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാം, ഇതിന് മുമ്പത്തെ വീഡിയോ ആണ്, ചെക്ക് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പനീർ ഉണ്ടാക്കിയ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പനീർ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം, 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ഒരു 4-5 മിനിറ്റ് വെച്ചാൽ മതി, പനീർ ആയിക്കോളും. ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ അതാ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത്ര വേണ്ടുള്ളൂ, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാവും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കണ്ടില്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. കണ്ടോ പനീർ ക്യൂബ്സ്, കണ്ടോ, വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പനീർ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഉപ്പ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഉപ്പ് പാകത്തിനാണ്. ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാവും ഇത്. ഞാൻ മോസ്റ്റ്ലി ചപ്പാത്തിക്ക് ഉണ്ടാക്കാറുണ്ട് ഈ കറി. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസിൽ പറയുക എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. അപ്പോൾ ഇതാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി. ഇന്ന് ഞാനിത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പനീർ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാം, ഞാൻ ചിലപ്പോഴൊക്കെ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.